അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി, ഇന്നൊരു വെറൈറ്റിയായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റിയായ ചട്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഏകദേശം ആൾക്ക് ഈ റെസിപ്പി ഇഷ്ടമില്ലാത്ത ആരുമില്ല എന്ന് തോന്നുന്നു. അതായത് വളരെ ടേസ്റ്റിയായ മസാലപ്പൂരി റെസിപ്പിയാണ്. പിന്നെ ഇത് പുറത്തു നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ പിള്ളേർക്കും പിന്നെ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതും ഏതൊരു ടേസ്റ്റിംഗ് പൗഡർ ചേർക്കാണ്ട്, വേറെ ഒരു കെമിക്കൽ പൗഡറൊന്നും ചേർക്കാണ്ട് പുറത്തു നിന്ന് വാങ്ങുന്ന പോലെ അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ റെസിപ്പി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാം, എന്നിട്ട് മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ളത് ഒരു 1/2 സ്പൂണ് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട് മൊത്തം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ആഡാക്കി കൊടുത്തിട്ട് നല്ല പോലെ സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കണം. പിന്നെ കുറച്ച് ഓയിൽ ഗ്രീസ് ആക്കിയിട്ട് കൊടുക്കാം. ഇതൊന്നും ഒരു സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂർ വരെ, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് വേണ്ടിയിട്ട് വെക്കണം. അതുവരെ മസാല തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് പൊട്ടാറ്റോ, പിന്നെ ഫുൾ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് ആഡാക്കി കൊടുക്കാം. നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5-6 വിസിലൊന്ന് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. അതുവരെ നമ്മൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 1.5 ഓനിയൻ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതേ സമയത്ത് ഒരു 2 ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, പിന്നെ ഇത് എരിവില്ലാത്തത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല എരിവ് സ്പൈസി ആയി പോയെങ്കിൽ പിള്ളേർക്ക് കഴിക്കാനൊന്നും കഴിയില്ല. ഇതിലേക്ക് കുരുമുളകും ഇട്ട് കൊടുക്കും, പിന്നെ നെക്സ്റ്റ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നോക്കിയിട്ട് പച്ചമുളകൊന്നും എരിവില്ലാത്തത് എടുക്കാം. ഒരു നല്ല കളറിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് 1/2 സ്പൂണ് കുരുമുളക്, ഒരു 5-6 പീസ് ഇഞ്ചി, ഒരു 8-10 പീസ് വെളുത്തുള്ളി, ഒരു സ്പൂൺ പെരുംജീരക ഇട്ട് കൊടുത്തിട്ട് മൊത്തം നല്ല പോലെ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയ പിന്നെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഫുൾ ബഞ്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡാക്കി കൊടുത്തിട്ട് ഒരു 90% വരെ ഗ്രൈൻഡ് ആക്കിയിട്ടെടുക്കാം. നെക്സ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോയും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടാവുമല്ലോ, അത് ചൂടാറിയ പിന്നെ നല്ല പോലെ സ്മാഷ് ആക്കിയിട്ട് എടുക്കാം. ഫുള്ള് ഫൈനായിട്ട് സ്മാഷ് ആക്കണ്ട, ഒരു 90% വരെ ആ ഒരു ഗ്രീൻ പീസ് കുറച്ച് ബായിലേക്ക് കിട്ടുന്നങ്ങനെ സ്മാഷ് ആക്കാം. ഇതുപോലെ സ്മാഷ് ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു കടായി പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചൂടായ പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു 1/2 ഓനിയൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു 1.5 ഓനിയൻ എടുത്തിട്ടുണ്ടായല്ലോ, അതിൻ്റെ ബാക്കിയുള്ള ഒരു 1/2 ഓനിയനാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത്. ടോട്ടൽ ഒരു 2 സവാള മതിയാവും ഇതിന്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രൈൻഡ് ആക്കിയ ആ ഒരു പേസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ മൂടി കവറാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് സ്മാഷാക്കി വെച്ച ഗ്രീൻ പീസ് മസാല ഒന്ന് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ആവശ്യത്തിനുള്ളത് ഉപ്പ്, പിന്നെ പിഞ്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ പാനിപ്പൂരി മസാല പൗഡർ. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് വരെ കുക്കാക്കിയിട്ട് സൈഡിൽ വെക്കാം. നെക്സ്റ്റ് പൂരീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്നും എടുത്തിട്ട് ഇനിയും ഒരു 1 മിനിറ്റ് വരെ നല്ല പോലെ കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ ഒരു വലിയ ബോൾ സൈസുള്ള മാവ് എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡാക്കി കൊടുത്തിട്ട് റോളാക്കിയിട്ടെടുക്കാം. പിന്നെ ഇത് ഓരോന്നായിട്ട് പൂരീസ് ഉണ്ടാക്കുന്നില്ല, ഞാൻ കുറച്ച് വലുപ്പത്തിൽ റോളാക്കിയിട്ടെടുത്തിട്ട് ചെറിയ പൂരി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയമാവുമല്ലോ. ഓരോന്നായിട്ട് പൂരീസ് റോളാക്കിയിട്ടെടുത്തെങ്കിൽ കുറേ സമയം പിടിക്കും. അതിനു വേണ്ടി ഇതുപോലെ കുറച്ച് വലുതായിട്ട് റോളാക്കിയിട്ടെടുക്കാം. നെക്സ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ പൂരി സൈസുള്ള മൂടി ഉണ്ടെങ്കിൽ ഇതിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ടെടുക്കാം. മൊത്തം ഇതുപോലെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഇതുപോലെ ഒറ്റ ഒരു പ്രാവശ്യം റോളാക്കിയെങ്കിൽ കുറേ പൂരീസ് റെഡിയാവും. നെക്സ്റ്റ് ഇതിൻ്റെ സൈഡ്സ് ഒന്നും എടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ മൈദപ്പൊടി സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് റെഡിയാക്കി വെച്ച പൂരീസ് എടുത്തിട്ട് ഇടാം. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചൂടായ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ പൊങ്ങിയിട്ട് പൂരീസായിട്ട് കിട്ടീന്. പിന്നെ ഇതിലേക്ക് ഈ മസാലപ്പൂരിലേക്ക് നല്ല പോലെ പൊങ്ങി വന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഇതുപോലെ മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പൂരിയും റെഡിയായി, മസാലയും റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ഒരു പ്ലേറ്റ് മസാലപ്പൂരി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുമല്ലോ, അതേപോലെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് പൂരീസ് ഉണ്ടാവുമല്ലോ, അത് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് റെഡിയാക്കിയ മസാല ഇട്ടുകൊടുക്കാം. ഗാർണിഷിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ മിക്സ്ചർ ഉണ്ടാവുമല്ലോ, മിക്സ്ചർ വീട്ടിൽ കുറച്ച് ചെറിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതേ ചാറ്റ് സെൻറ്ററിൽ നിന്നും വാങ്ങുന്ന ടേസ്റ്റിലുള്ള മസാലപ്പൂരി റെഡിയായി. പുറത്ത് കടയിൽ നിന്ന് വാങ്ങാണ്ട് ഡയറക്റ്റ് വീട്ടിൽ പിള്ളേർക്കൊക്കെ പിന്നെ ഫാമിലിക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. എല്ലാവരും സർപ്രൈസായി പോവും. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.